ഓക്കെ, നോക്കിക്കോളൂ. ബോർ പോസ്റ്റ്ലേറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. ബോർ പോസ്റ്റ്ലേറ്റ്. ബോർ പോസ്റ്റ്ലേറ്റ്. ബോർ പോസ്റ്റ്ലേറ്റിനകത്തെ ഓരോ കാര്യങ്ങളും ബോർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പൊ ബോർ കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഇലക്ട്രോൺസ് in the hydrogen electron in the hydrogen atom can move around the nucleus in a circular path of fixed radius and energy. These paths are called orbits or stationary states or allowed energy state or allowed. ഈ ഷെല്ലിന്റെ വേറെ പേരാണ് കേട്ടോ. ഷെല്ലിനെ ഓർബിറ്റ് എന്ന് വിളിക്കാം, സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അലൗഡ് എനർജി സ്റ്റേറ്റ്സ് എന്നും പറയാം. അലൗഡ് എനർജി സ്റ്റേറ്റ് എന്നും പറയാം. അപ്പൊ നമ്മൾ ബോർ പോസ്റ്റ്ലേറ്റ് ആണ് പഠിക്കുന്നത്. ബോർ പോസ്റ്റ്ലേറ്റിനകത്ത് നമ്മൾ ഒന്നാമത്തെ പഠിക്കുന്നത് ഇലക്ട്രോൺസ് ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റിനും കറങ്ങുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്, സർക്കുലർ പാത്തിലാണ്. അതിനൊരു ഫിക്സഡ് റേഡിയസ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്. ആ പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്നോ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നോ അലൗഡ് എനർജി ലെവൽ എന്നോ അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് എന്നോ പറയും. ഓക്കെ ആണല്ലോ. ഇനി ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ in the orbit does not change with time. Electron will move from a lower stationary state to a higher stationary state by absorbing required amount of energy. And emit it when it jumps from higher one to lower one. അതായത് ഒരു ഇലക്ട്രോൺ എനർജിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഷെല്ലിൽ അതിന് ഇരിക്കാൻ പറ്റത്തില്ല. അത് എക്സൈറ്റ് ചെയ്തിട്ട് എത്ര എനർജി ആണോ അബ്സോർബ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഷെല്ലാണോ ആ ഷെല്ലിലേക്ക് പോകും. എന്നിട്ട് അത് കുറെ നേരം അവിടെ നിൽക്കത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ആ പഴയ സ്റ്റേറ്റ് മീൻസ് പഴയ എനർജി ലെവലിലേക്ക് അല്ലെങ്കിൽ പഴയ ഷെല്ലിലേക്ക് അല്ലെങ്കിൽ പഴയ ഓർബിറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ പഴയ ഓർബിറ്റിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത് അബ്സോർബ് ചെയ്ത എനർജി എമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടേ തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ കാരണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. നമുക്കറിയാം ഒരു ഷെല്ല് ഇത് E1 ആണ്, അടുത്ത ഷെല്ല് ഇത് E2 ആണ്. ശരിക്കും ഇലക്ട്രോൺ ഇവിടെ ആയിരിക്കുന്നത്. ഈ ഇലക്ട്രോൺ ഒരു ലൈറ്റോ എന്തെങ്കിലും കടത്തി വിട്ട സമയത്ത് ഈ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിലെ ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തു. ഓക്കെ, നമ്മൾ H nu എന്ന് പറയുന്ന E ഈക്വൽ ടു H nu എന്ന് പറഞ്ഞ് നമ്മളൊരു എന്താണ് പ്ലാങ്ക്സ് തിയറി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? മാക്സ് പ്ലാങ്ക്സ് ആണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. മാക്സ് പ്ലാങ്ക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ എച്ചിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടുമെന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്. ഏതാ? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് പുള്ളി കണ്ടുപിടിച്ചു. അതായത് ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടും. ഉദാഹരണം പറയുകയാണെങ്കിൽ
നിങ്ങൾ ജോഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയും നിങ്ങൾ സ്പ്രിന്റ് അതായത് 100 മീറ്റർ റേസിന് ഓടുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയും ഡിഫറെന്റ് ആണ്. അതായത് ജോഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീക്വൻസി കുറവായിരിക്കും, അപ്പോൾ എനർജി കുറവാണ്. എന്നാൽ നിങ്ങൾ 100 മീറ്ററിന് ഓടുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, എനർജി കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു റിലേഷൻ തന്നിരിക്കുന്നത്, ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ. അവിടുന്ന് E ഈസിക്കൽ ടു എച്ച് ന്യൂ എന്ന് അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ഏതൊരു ലൈറ്റ് റേയുടെയും എനർജി എച്ച് ന്യൂ ആയിരിക്കും. കാരണം എല്ലാ ലൈറ്റ് റേക്കും ഇപ്പൊ റെഡ് കളറിനും ബ്ലൂ കളറിനും യെല്ലോ കളറിനും ഏതൊരു കളർ നിങ്ങൾ എടുത്താലും അതിനൊരു എന്ത് കാണും, ഒരു ഫ്രീക്വൻസി കാണും. അതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിന്റെ എനർജി കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺ ഇപ്പം E ഈസിക്കൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന എനർജി അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ E1 ഇരിക്കുന്ന E1 എന്ന് പറയുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്. E1 ഇരിക്കുമ്പോൾ ഒരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എക്സൈറ്റ് ചെയ്തിട്ട് ചിലപ്പം E2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവലിലേക്ക് ചാടും, ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് എന്താണ് വീണ്ടും തിരിച്ച് എന്ത് ചെയ്യും? അത് ഫസ്റ്റ് ഷെല്ലിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ എനർജി ചേഞ്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, എത്ര എനർജി അബ്സോർബ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൽറ്റ ഇ ചെയ്താൽ മതി. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിയ എനർജി ഇവിടെയാണ്, E2 മൈനസ് E1 ആയിരിക്കും. ശരിക്കും ഈ ഇവൻ അബ്സോർബ് ചെയ്ത എനർജി ആണല്ലോ ഈ ഡെൽറ്റ ഇ. അതായത് ഇതിപ്പം 100 എനർജി ഉണ്ട് E1ന്, ഇതിന് 150 എനർജി ഉണ്ടെങ്കിൽ ഇവൻ 50 എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണല്ലോ ഈ 150ലേക്ക് പോയത്. 100ൽ നിന്ന് 50 എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് മുകളിലോട്ട് പോയത്. അപ്പൊ എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ അവൻ ചെയ്യുന്ന ഷെല്ലിന്റെ എനർജി മൈനസ് അവൻ ഇരുന്ന ഷെല്ലിന്റെ എനർജി മൈനസ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അബ്സോർബ് ചെയ്ത എനർജിക്ക് നിങ്ങൾക്ക് എച്ച് ന്യൂ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എച്ച് ന്യൂ ഈസിക്കൽ ടു E2 മൈനസ് E1 എന്ന് കൊടുക്കാം. അവിടെ നിന്ന് വേണമെങ്കിൽ അബ്സോർബ് ചെയ്ത ആ എനർജിയുടെ അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? E2 മൈനസ് E1 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? എച്ച് ചെയ്താൽ മതി. ഇത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് എഴുതിയിട്ടേക്കുക. വേറൊരു ഇതും കൂടെ ഉണ്ട്, ഇവിടെ പറയാം, നോക്കിക്കോളൂ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ ഒരു 1/n1² മൈനസ് 1/n2² അത് നമുക്ക് വേറെ രീതിയിലും പഠിക്കാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? അത് ഇതിന്റെ താഴോട്ട് എഴുതുകയാണ്. നമുക്കറിയാം E ഈസിക്കൽ ടു എച്ച് ന്യൂ ആണല്ലോ. നമുക്ക് ഈ ന്യൂവിനെ വേണമെങ്കിൽ C ബൈ ലാംഡ എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂ ഈസിക്കൽ ടു C ബൈ ലാംഡയാണ്. ന്യൂ ഈസിക്കൽ ടു C ബൈ ലാംഡയാണ്. അത് ഇതിനകത്തോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ E ഈസിക്കൽ ടു എന്തായിട്ട് മാറും? H ഇൻറ്റു C ബൈ ലാംഡ എന്ന് വരും. ആണല്ലോ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എച്ചിനെയും സീനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ E ബൈ എച്ച് സി ഈസിക്കൽ ടു 1 ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കറിയാം 1 ബൈ ലാംഡയുടെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എച്ച് സി ഈസിക്കൽ ടു നോക്കിയോ R ഇൻറ്റു എന്താണ് 1 ബൈ n1² മൈനസ് 1 ബൈ n2² എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? ഓക്കെ, R ഇൻറ്റു 1 ബൈ n1² മൈനസ് 1 ബൈ n2² എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നിന്ന് ഈ എച്ച് സീനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു കോൺസ്റ്റന്റ് കിട്ടുന്നത്. അപ്പൊ E ഈസിക്കൽ ടു നമുക്ക് R ഇൻറ്റു എച്ച് ഇൻറ്റു സി ഇൻറ്റു എന്തെന്ന് എഴുതാം? 1 ബൈ n1² മൈനസ് 1 ബൈ n2² എന്ന് എഴുതാം. ഈ R ഇൻറ്റു സി ഇൻറ്റു എച്ചിനെ നമ്മൾ എന്തെന്നാക്കുന്നു? RH എന്നാക്കും. അതായത് ഇൻറ്റു RH ഇൻറ്റു എന്താന്ന് എഴുതാം? 1 ബൈ n1² മൈനസ് എന്താ 1 ബൈ n2². ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത് എനർജിയാണ്. എത്ര എനർജി അബ്സോർബ് ചെയ്തു? n1 എന്ന് പറയുന്ന ഒരു എനർജി ലെവലിൽ നിന്ന് എന്താണ് n2 എന്ന് പറയുന്ന എനർജി ലെവലിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അത് തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ എത്ര എനർജി അബ്സോർബ് ചെയ്തു, താഴോട്ട് വരുമ്പോൾ എത്ര എനർജി എമിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഒന്ന് എഴുതിയെടുത്തു. ഞാൻ എന്താണ് ഇത്ര ഒന്ന് എഴുതിയെടുത്തു. ഇത്ര ഒന്ന് എഴുതിക്കോ. ബോർ പോസ്റ്റ്ലേറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോർ പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോർ പോസ്റ്റ്ലേറ്റിന്റെ ആദ്യ കൺസെപ്റ്റ് ഒരു
ആറ്റത്തിന് ചുറ്റിനും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലായിരിക്കും. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ഫിക്സ്ഡ് ആയിരിക്കും, എനർജിയും ഫിക്സ്ഡ് ആയിരിക്കും. അതിനെ നമ്മൾ ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അലൗഡ് എനർജി സ്റ്റേറ്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് എനർജി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യത്തില്ല. അത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, മാക്സ്വെലിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ആണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് ഇന്നലെ പഠിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ ഓടുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും, ശരിയല്ലേ? വിയർപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് റിലീസ് ചെയ്യും, അല്ലേ? അത് ചാർജ് പാർട്ടിക്കിൾ എപ്പോഴും ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. മാക്സ്വെൽ പറഞ്ഞത്, അല്ലെങ്കിൽ റുദർഫോർഡിന്റെ തിയറി പറയുന്നത്, ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ നല്ല സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഓരോ ടൈമിലും സ്പീഡ് കൂടുമെന്നാണ് പറയുന്നത്. ഓരോ ടൈമിലും സ്പീഡ് കൂടുകയും സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ ഉണ്ടാവുമെങ്കിൽ ആ ഇലക്ട്രോണിന്റെ എനർജി നഷ്ടപ്പെട്ട് അത് ലാസ്റ്റ് എവിടെ വന്ന് വീഴും? അത് വന്ന് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴും. ശരിക്കും അങ്ങനെ ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ വന്ന് വീണ് കഴിഞ്ഞാൽ എന്താണ്? ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആറ്റം എല്ലാം സ്റ്റേബിളും ആണ്. അപ്പോൾ എന്താണ്? ആ റുദർഫോർഡിന്റെ ആ തിയറി തെറ്റാണെന്ന് മനസ്സിലാക്കി. അത് ബോർ എങ്ങനെ കണ്ടുപിടിച്ചു? ബോർ പറയുന്നത് അതത് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി ഫിക്സ്ഡ് ആയിരിക്കും, അത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് അതിന്റെ വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും, രണ്ടാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും, മൂന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ എന്തുണ്ടാവുന്നില്ല? വെലോസിറ്റിയുടെ ചേഞ്ച് ഒന്നും, കോൺസ്റ്റന്റ് വെലോസിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ നടക്കുന്നില്ല, എനർജിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ഷെല്ലിൽ നിന്ന് വേറൊരു ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പോകുമ്പോഴത്തേക്കും അവിടെ എനർജി ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഓരോ ഷെല്ലിനും ഓരോ എനർജിയാണ്. ന്യൂക്ലിയസിൽ നിന്ന് അകന്ന് പോകുന്ന സമയത്ത് ഷെല്ലിന്റെ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഷെല്ലിന്റെ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അവിടുന്ന് നമ്മൾ പറഞ്ഞു, ഇവിടുന്ന് അബ്സോർബ് ചെയ്ത ഇലക്ട്രോൺസിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വേണ്ടി നമ്മൾ ഈ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് 2-3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊരു ഒരു പേജ് വിട്ടിട്ട് ബാക്കി ഈ പോസ്റ്റുലേറ്റ് എഴുതുക. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഇട്ടേക്കാം. ഓക്കെ ആണല്ലോ? നോക്കിക്കോളൂ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ്. നമ്മൾ കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മളൊരു ഇക്വേഷൻ എഴുതിയായിരുന്നു. എമിറ്റഡ് ഈസ് ഗിവൺ ബൈ, എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് is given by നമുക്ക് എങ്ങനെ എടുക്കാന്നാ പറഞ്ഞത്? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു E2 മൈനസ് E1. നമ്മളിപ്പോൾ എഴുതിയാണ്, ഞാനത് ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് തന്നെ എഴുതി തരാം. ഇത് നമുക്ക് എച്ച് ന്യൂ എന്ന് എടുക്കാം. എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എന്താ? E2 മൈനസ് E1. അവിടുന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ എച്ച്. അതായത് ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത്, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ റെഡും ബ്ലൂവും ഗ്രീനും കളറുമാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആണ് വൈറ്റ് ലൈറ്റിലെ അബ്സോർബ് ചെയ്തതെന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്? ബോർ പറയുന്നത്. ഓക്കെ ആണല്ലോ? ബോറിന്റെ കണ്ടുപിടുത്തം ശരിക്കും പറഞ്ഞാൽ ഈ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരാൻ തന്നെ കാരണം എന്താണ്? ബോറിന്റെ ഈ കണ്ടുപിടുത്തമാണ്. കാരണം ലൈറ്റിന് ഡ്യുവൽ നേച്ചർ ഉണ്ട്, അതായത് റേഡിയേഷന് ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ശരിക്കും വലിയ ഒരു മാറ്റമാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ഉണ്ടായത്, അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം മൂലം. മനസ്സിലായോ? അപ്പം എനർജിയും, അതായത് എന്താണ് എമിറ്റ് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്ന എനർജിയുടെ, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയോ എനർജിയോ അല്ലെങ്കിൽ വെലോസിറ്റിയോ അല്ലെങ്കിൽ ഈ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ റേഡിയസോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ കെമിസ്ട്രിയിലെ വലിയൊരു സംഭാവനയായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഹെയ്സൻബർഗും ഷ്രോഡിംഗറും കൂടെ ചേർത്ത് കണ്ടുപിടിച്ച ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നൊരു മോഡലാണ്. അത് കണ്ടുപിടിക്കാൻ കാരണം തന്നെ ഈ ബോറാണ് ഫ്രെയിം ഇട്ടത്. ബോറിന്റെയാണ് യഥാർത്ഥത്തിൽ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം ഒത്തിരി ഫെയിലിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം, ബോർ വെലോസിറ്റി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലേ, ഓരോ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു, റേഡിയസ് കണ്ടുപിടിച്ചു, ഇതെല്ലാം കണ്ടുപിടിച്ചു. വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഉറപ്പായിട്ടും അത് വട്ടത്തിലും കൂടാണ് കറങ്ങുന്നതെങ്കിൽ അതിന് മൊമെന്റം ഉണ്ടാവും, ശരിയല്ലേ? അതായത് ഇപ്പൊ നിങ്ങൾ ലോങ് ജമ്പ് ഒക്കെ ചാടുമ്പോൾ നിങ്ങൾ ഓടി വന്നല്ലേ ചാടുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മൊമെന്റം കൂടാൻ വേണ്ടിയാ, ആക്കം കൂടാൻ വേണ്ടിയാ. നേരെ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിന് ലീനിയർ മൊമെന്റ് എന്നും വട്ടത്തിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിന് ആംഗുലാർ മൊമെന്റ് എന്നുമാണ് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺ വട്ടത്തിൽ കറങ്ങുമായതുകൊണ്ട് ബോർ ആംഗുലാർ മൊമെന്റത്തിന്റെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതും കൂടെ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് എഴുതാം. ആംഗുലാർ
momentum of an electron is given by MVR. നമുക്കറിയാലോ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ MVR എന്നാണ്. MVR അതെന്താണെന്ന് അറിയാമോ? അതിന്റെ ഇക്വേഷൻ തന്നത് അത് NH/2π ആയിരിക്കും. അതായത് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്ലൈ അതായത് n = 1 ആവാം, 2 ആവാം, 3 ആവാം. അതായത് n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ മൊമെന്റം കിട്ടും. n 2 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ മൊമെന്റം കിട്ടും. n ന് 3 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ മൊമെന്റം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതും പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ന്യൂമറിക്കലിലും ഒക്കെ ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് 3 ഡെറിവേഷനും കൂടെ പഠിക്കാനുള്ളൂ. ഇത്രയും ബോർ പോസ്റ്റ്ലേറ്റിനകത്ത് ഇത്രയും പഠിച്ചാൽ മതി. ഒരു ചിലപ്പോൾ ചോദിക്കുവാണ്, കഴിഞ്ഞ വർഷം ചോദിച്ചായിരുന്നു കേട്ടോ. അതായത് ഇതിന് തൊട്ട് മുമ്പ് പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു സെറ്റിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. രണ്ടാൾക്കാർക്ക്, അതായത് ICCക്ക് ചോദിച്ചു, 3 ആൾക്കാർക്കും ചോദിച്ചു. കേരളയ്ക്കും ചോദിച്ചു, ICCക്കും ചോദിച്ചു. എന്താണ്, പക്ഷേ കേരളയ്ക്ക് എനിക്ക് തോന്നുന്നു മോഡൽ പരീക്ഷയ്ക്കാണ് ചോദിച്ചത്, ബോർ പോസ്റ്റ്ലേറ്റ് എഴുതാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം അടുത്തത് ഹെഡിങ് എഴുതുക, ബോർ റേഡിയസ്. ഇത് ഡെറിവേഷൻ ആണ്, ബോർ റേഡിയസ് എന്ന് എഴുതുക. ബോർ റേഡിയസ്. റുദർഫോർഡിന്റെ റേഡിയസ് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? ആ റുദർഫോർഡ് റേഡിയസിൽ നിന്ന് തന്നെയാണ് ബോറിന്റെ റേഡിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം റുദർഫോർഡ് കൺസെപ്റ്റ് we have radius is equal to, നമ്മൾ റുദർഫോർഡിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് z e സ്ക്വയർ 4πε0 mv² ആണല്ലോ. എന്നാൽ അവിടെ നിന്ന് v സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കണ്ടുപിടിക്കായിരുന്നു? z e സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 mr എന്നായിരുന്നു ഇല്ലേ? ഇതായിരുന്നു ബോറിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള വെലോസിറ്റിയുടെയും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് റേഡിയസിന്റെ ഇക്വേഷൻ. എന്നാൽ ബോർ കണ്ടുപിടിച്ചത് ഏതിനെ പറ്റിയാ? സ്പെസിഫിക്കലി ഹൈഡ്രജനെ പറ്റിയാ. ഹൈഡ്രജന്റെ Z എന്ന് പറയുന്നത്, Z വാല്യൂ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണല്ലോ. അപ്പം ബോർ സ്പെസിഫിക്കലി ഹൈഡ്രജനെ പറ്റി മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ബോർ റേഡിയസ് കണ്ടുപിടിക്കാൻ Z ന് 1 കൊടുക്കണം. ഓക്കെ, അപ്പം ബോർ മോഡൽ ഈസ് ഡെവലപ്ഡ് by giving importance to hydrogen atom. So Z is equal to നമുക്ക് 1 ആയിട്ട് എടുക്കാം. അങ്ങനെ Z 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ v സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താവും? v സ്ക്വയർ is equal to 1 into e സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 mr എന്ന് വരും. അവിടുന്ന് v കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? v is equal to സ്ക്വയർ റൂട്ട് ഓഫ് e സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 mr എന്ന് വരും. അവിടുന്ന് വീണ്ടും v is equal to e സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ e ആയിട്ട് മാറും. e ബൈ താഴെ മാത്രം റൂട്ട് ഇട്ടാൽ മതി, റൂട്ട് ഓഫ് 4πε0 mr. ഇതാണ് ബോറിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. എന്നാൽ ബോറിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വേറെ രീതിയിലും കൂടെ കണ്ടുപിടിക്കാം. തൽക്കാലം ഇതൊരു ചില്ലിട്ട് വെച്ചോ, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ചെറുതാക്കാം, ഇത്ര എഴുതി എടുത്തോ. ഓക്കെ,
അപ്പം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴോട്ട് എഴുതുക this equation gives this this equation gives velocity of electron in hydrogen atom. ഇനി നമുക്ക് വെലോസിറ്റി വേറെ രീതി കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ ഇങ്ങനെ, അതായത് മൊമെന്റത്തിനകത്ത് ഒരു വെലോസിറ്റി ഇല്ലേ, അതായത് we have mvr is equal to എന്താ, mvr is equal to എന്താ, nh by 2 ആണ്. ഇവിടെ ഒന്നും v വേണേ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? v is equal to nh divided by 2 into എന്താ, ആ m r താഴെ കൊണ്ടുവന്നാൽ മതി, m into r. ഓക്കെ ആണല്ലോ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ആ ആറിന്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആറിന്റെ ഇക്വേഷൻ വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇക്വേഷൻ 2 ഒന്ന് എടുക്കാം. ഓക്കെ, ഇതും വിയുടെ ഇക്വേഷൻ ആണ്, അതേപോലെ തന്നെ ഇതും വിയുടെ ഇക്വേഷൻ ആണ്, ശരിയല്ലേ? ഇതും ഹൈഡ്രജന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ്, ഹൈഡ്രജന്റെ ഇലക്ട്രോണിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ്, ഇതും ഹൈഡ്രജനകത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ജനറൽ ഇക്വേഷൻ എന്നിന് വാല്യൂ കൊടുത്താലേ വരുവുള്ളൂ. അപ്പൊ ഞാൻ ജനറൽ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. രണ്ടും വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്താ, ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 നെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, E divided by root of 4 pi epsilon 0 mr is equal to nh divided by 2 pi mr വരും അല്ലെ. രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, നമുക്ക് ഇവിടുന്ന് കോമൺ ആയിട്ടുള്ളതിനെല്ലാം വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഇങ്ങോട്ടേക്കും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E into 2 pi mr is equal to nh into root of 4 pi epsilon 0 mr. ഈ റൂട്ട് കളയാൻ വേണ്ടി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം സ്ക്വയർ ചെയ്യാം അല്ലേ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം സ്ക്വയർ ആയിട്ട് മാറും. 2 സ്ക്വയർ ഇൻറ്റു എത്രയാ, ഇ സ്ക്വയർ ഇൻറ്റു ഇത് 2 സ്ക്വയർ ആവും, ഇത് പൈ സ്ക്വയർ ആവും, അതേപോലെ തന്നെ ഇത് എം സ്ക്വയർ ആവും, ഇത് ആർ സ്ക്വയർ ആവും, ശരിയല്ലേ. ഈസിക്കൽ ടു ഇവിടെയും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇത് എൻ സ്ക്വയർ ആവും, ഇത് എച്ച് സ്ക്വയർ ആവും, ഇത് റൂട്ട് ഓഫ് 4 pi epsilon 0 എം ആറിന്റെ ഹോൾ സ്ക്വയർ ആവും, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ഈസിക്കൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു ഇതിന്റെ റൂട്ട് പോകുമ്പോൾ ഇൻറ്റു 4 pi epsilon 0 എം ആർ എന്ന് വരും. ഓക്കെ, ഇവിടെ സ്ക്വയർ ഒരു എം സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ 2 പൈ ഉണ്ട്, ഓരോ പൈ വെട്ടിക്കളഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത് വരും, ഇവിടെ ഒരു ഇ സ്ക്വയർ വരുന്നു ഇൻറ്റു ഇവിടെ ഒരു പൈ വരുന്നു, ഇവിടെ ഒരു എം വരുന്നു, ഇവിടെ ഒരു ആർ വരുന്നു, ഈസിക്കൽ ടു ഇവിടെ ഒരു എൻ സ്ക്വയർ വരുന്നു, ഇവിടെ ഒരു എച്ച് സ്ക്വയർ വരുന്നു, ബാക്കി ഇവിടെ ഒരു എപ്സിലോൺ 0 വരുന്നു. ഓക്കെ ആണോ. ഇവിടെ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ എന്താക്കിയാൽ മതി, ഇ സ്ക്വയർ പൈ എം, പൈ ഇ സ്ക്വയറിനെ പൈനെ എമ്മിനും താഴെ കൊണ്ടുവന്നാൽ പോരെ. ഇതാണ് ബോറിന്റെ റേഡിയസിന്റെ യഥാർത്ഥത്തിലുള്ള, അതായത് ബാക്കിയുള്ള എന്താണ് ആറ്റങ്ങൾക്കും അല്ലെങ്കിൽ ഹൈഡ്രജൻ മാത്രമല്ല ബാക്കിയുള്ളവർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം, എന്നിന്റെ വാല്യൂ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ എല്ലാ ഷെല്ലുകൾക്കും, ഇപ്പം ഹൈഡ്രജൻ ഒരു ഷെല്ലേ ഉള്ളൂ, എന്നാൽ ബാക്കിയുള്ള ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്നും പറഞ്ഞ്, ഹൈഡ്രജൻ ഒരു ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉള്ളതേ ഉള്ളൂ, അതിനിങ്ങനെ ഒത്തിരി ഷെല്ലുകളുണ്ട്. എല്ലാ എലമെന്റുകൾക്കും ഷെല്ലുകൾ ഇങ്ങനെയുണ്ട്, പക്ഷെ അതിൽ ഇലക്ട്രോൺ എന്താണ് നിലനിൽക്കുന്ന ഷെല്ലുകൾ 1 2 3 ഉള്ളതേ ഉള്ളൂ. ഈ ഷെല്ലുകൾ എപ്പോഴും ഇൻഫിനിറ്റി വരെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ എഴുതുക, ദിസ് എക്സ്പ്രഷൻ ഗീവ്സ് ദ ബോർ റേഡിയസ്, അല്ലെങ്കിൽ ഇത് ബോർ റേഡിയസ് എന്ന് എഴുതിയാൽ മതി, ബോർ റേഡിയസ് എന്ന് എഴുതിയാൽ മതി, ബോർ റേഡിയസ്. ഇതും എഴുതിക്കോ, ചെറുതാക്കി തരാം.
ഓക്കെ, ഇനി നമുക്ക് ആ എനർജിയുടെ കാര്യം കൂടെ പഠിക്കാനുള്ളൂ. എനർജിയുടെ ഡെറിവേഷൻ അതുകൂടെ പഠിച്ചാൽ ചാപ്റ്റർ തീർന്നു. അപ്പം അതും കൂടെ ഒന്ന് എഴുതിയെടുത്തോളൂ. total energy of electron in hydrogen atom ഹൈഡ്രജൻ ആറ്റത്തിലെ ടോട്ടൽ ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രം റുദർഫോർഡ് മോഡൽ നമുക്ക് ടോട്ടൽ എനർജി എന്താ കിട്ടിയത്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 പൈ എപ്സിലോൺ 0 ആർ എന്നാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഹിയർ ഫോർ റേഡിയസ് substitute the value of bore radius. അതായത് ബോർ റേഡിയസിന്റെ വാല്യൂ എടുത്തിട്ട് ഈ റേഡിയസിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കറിയാം ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. എന്തായിരുന്നു ബോർ റേഡിയസ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. അല്ലേ? ഇതെല്ലാം n സ്ക്വയർ h സ്ക്വയർ ഓക്കെ, ബോർ റേഡിയസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മുടെ റേഡിയസിന്റെ ഇക്വേഷൻ ഇതാണ്. ഒരു സെക്കൻഡ് ഒന്ന് കൊടുത്ത് കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, ഫൈൻ, കിട്ടും. നോക്കിയോ, അപ്പം നമ്മൾ ഈ റേഡിയസിന്റെ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ കൊടുക്കാൻ പോവാ? വേണ്ട, ഈ ടോട്ടൽ എനർജിക്കകത്ത് കൊടുക്കാൻ പോവാ. അപ്പൊ നോക്കിക്കോണം, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 പൈ എപ്സിലോൺ 0. ഇനി ആറിന് പകരം എന്ത് കൊടുക്കാം? n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ പൈ m എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഈ താഴെയുള്ള ആൾക്കാരെല്ലാം ഇസഡ് ഇ സ്ക്വയറിനൂടെ പോകും. ഇവന്മാർ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇസഡ് ഇ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു എം ഇല്ലേ? മുകളിൽ പോകും. ബാക്കി താഴെയുള്ളവര് 8 പൈ എപ്സിലോൺ 0 ഇൻറ്റു n സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0. ഓക്കെ ആണല്ലോ? ഇവിടുന്ന് കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? 8 പൈ പോകും ഇല്ലേ? പൈ കളയാം. അതേപോലെ e⁴ ആവുന്നു. അവിടെ e⁴ ആവുന്നു. ഓക്കെ, ഒന്നും കട്ട് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇസഡ് e⁴ ഇൻറ്റു എം എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ നമുക്ക് 8 n സ്ക്വയർ എപ്സിലോൺ 0യുടെ സ്ക്വയർ ഉണ്ട് ഇവിടെ കേട്ടോ. എപ്സിലോൺ 0 സ്ക്വയർ h സ്ക്വയർ കണ്ടോ? ഇതായിരിക്കും ടോട്ടൽ എനർജിയുടെ ഫൈനൽ ഇക്വേഷനില്ല. ഇതിനകത്ത് ഇസഡിന് എന്ത് കൊടുക്കാൻ പോകാന്നറിയോ? ഇവിടെ ഈ കോൺസ്റ്റന്റ്, ഇ എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഇത് കോൺസ്റ്റന്റ് ആണല്ലോ. ഇതിന്റെ വാല്യൂ എന്താ? ഇതിന്റെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളംബ് ആണ്. അതേപോലെ എം എന്ന് പറഞ്ഞാൽ അതും കോൺസ്റ്റന്റ്. അതെന്താ? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത് 9.1 ഇൻറ്റു 10⁻31 kg ആണ്. ഓക്കെ, പിന്നെ എന്നിന്റെ വാല്യൂ നമ്മളിവിടെ എന്താ 1 2 3 അത് ഷെല്ലിന്റെ അനുസരിച്ച് എടുക്കാം. പിന്നെ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം. എപ്സിലോണിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് പെർമിറ്റിവിറ്റി ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം 8.85 ഇൻറ്റു 10⁻12 ആണ് അല്ലേ? ഇനി അതേപോലെ തന്നെ എച്ച് എൻ എം ഇസഡിന്റെ വാല്യൂ എന്താ? ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 1 കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയത്തിനെയും കോൺസ്റ്റന്റ് ആക്കി എടുക്കത്തില്ലേ? അപ്പൊ ഇവിടെ ഏതൊക്കെ കോൺസ്റ്റന്റാ? ഇവിടെ ഇവന്മാരെല്ലാം കോൺസ്റ്റന്റ് ആണ്. പെർമിറ്റിവിറ്റി ഇവന്മാരെല്ലാം കോൺസ്റ്റന്റ്. അതായത് ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, ഈ 8ഉം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് അല്ലാത്തത് അവിടെ ആര് മാത്രമേ ഉള്ളൂ? n സ്ക്വയർ മാത്രമേ ഉള്ളൂ ഇല്ലേ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവന്മാരെ തന്നെ ഇങ്ങനെ എഴുതാം. ഇവന്മാർ z ഈക്വൽ 1 എന്ന് കൊടുക്കുകയാണ്, z ഈക്വൽ 1 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവന്മാരെ ഇങ്ങനെ എഴുതാം, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് നെഗറ്റീവ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/n സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ ഇല്ലേ? ഇനി നിങ്ങൾ ആ കോൺസ്റ്റന്റിന്റെ എല്ലാം വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പം ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു കാര്യം കൂടി എഴുതാം, ടോട്ടൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് n സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ മനസ്സിലായിക്കോണം, എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ ടോട്ടൽ എനർജിയുടെ വാല്യൂ കൂടും എന്നുള്ളതാണ്. കണ്ടോ, അത് നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് എന്താ? നെഗറ്റീവ്. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എന്നിന്റെ വാല്യൂ കൂടിയാൽ, അതായത് ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഷെല്ലിന്റെ ഒക്കെ എനർജി കുറയുന്ന. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെയല്ല, അത് കൂടുക. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ, ഇപ്പം ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി കുറവായിരിക്കും. കാരണം ഈ ന്യൂക്ലിയസ് ഇവന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഇലക്ട്രോണിനെക്കാളും കുറച്ചുകൂടെ എനർജി കൂടുതലായിരിക്കും അടുത്ത ഷെല്ലിലെ ഇലക്ട്രോൺ. അതിനേക്കാളും കുറച്ചുകൂടെ എനർജി കൂടുതലായിരിക്കും അടുത്ത ഷെല്ലിലെ ഇലക്ട്രോൺ. അതിനേക്കാളും കുറച്ചുകൂടെ എനർജി കൂടുതലായിരിക്കും അടുത്ത ഷെല്ലിലെ ഇലക്ട്രോൺ. അപ്പം n കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കല്ലേ അത് കുറയുകയെന്നുള്ളത്. ഒരു നെഗറ്റീവും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതിനൊപ്പം ആ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനെ അത് എന്ത് ചെയ്യുന്നു? അത് എന്താണ്, നെഗ്ലക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഓർത്തോണം. പിന്നെ ഈ കോൺസ്റ്റന്റിന്റെ എല്ലാം വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനലി എനർജി ഇക്വേഷൻ എന്ത് കിട്ടുമെന്ന് അറിയാമോ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ. വിയിലായിരിക്കും കിട്ടുന്നത്, ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും ഈ ഒരു കാര്യം, ഈ ടോട്ടൽ എനർജിയുടെ ഇത് നമ്മൾ ന്യൂമറിക്കലിനകത്തൊക്കെ ചോദിക്കും, ആവശ്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഡെറിവേഷൻ ചോദിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഡെറിവേഷൻ ചോദിച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ബോർ റേഡിയസിന്റെ ഡെറിവേഷൻ എഴുതുക, അല്ലെങ്കിൽ ടോട്ടൽ എനർജിയുടെ ഡെറിവേഷൻ എഴുതുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ടും. റുദർഫോർഡിന്റെയും ഈ ഇതിന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു 2015 മുമ്പൊക്കെ ഡെറിവേഷൻ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം അത് രണ്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഡെറിവേഷൻ പഠിപ്പിച്ചത്. ഇനിയും ഒറ്റ സാധനം കൂടെ പഠിക്കാനുള്ളൂ, ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡലിലൂടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. അതുകൊണ്ട് എഴുതിക്കോളൂ, ലിമിറ്റേഷൻ. ഇത് എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോ കേട്ടോ, ഞാൻ ചെറുതാക്കി തരാം. എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോ. സാറേ ഹെഡിങ്ങിന്റെ താഴത്ത് കാണിക്കോ? ഷാരോൺ എഴുതിയായിരുന്നോ? അപ്പം നോക്കിക്കോളൂ, ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡലും കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ തീരുകയാണ്. ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ.
ബോർ മോഡൽ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ ഹൈഡ്രജന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് അത് കൂടുതലുള്ള ശരിക്കും അത് ഹൈഡ്രജന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തതാണെങ്കിലും മറ്റ് എലമെന്റുകൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ഒന്നും പുള്ളി ചിന്തിച്ചില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലൊന്നും എക്സ്പെരിമെന്റ് ഒന്നും വന്നുമില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. പക്ഷെ നമ്മൾ പറയുമ്പോൾ മെയിൻലി ഡെവലപ്ഡ് ഫോർ ഹൈഡ്രജൻ, ഡെവലപ്ഡ് ഫോർ ഹൈഡ്രജൻ. മൾട്ടി ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളുടെ, അതായത് രണ്ടാമത്തെ ഷെല്ലും മൂന്നാമത്തെ ഷെല്ലും ഒക്കെ ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല്ലേ ഈ ലൈമൻ, ബാൾമർ, പാസ്റ്റൺ, ബ്രാക്കറ്റ്, പീഫണ്ട് എല്ലാം ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടുപിടിച്ചതാണ്. ഈ ലൈമൻ സീരീസ് മാത്രമേ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടുപിടിച്ചിട്ടുള്ളൂ. കാരണം എന്താ, ഹൈഡ്രജന്റെ ഇലക്ട്രോൺ മാത്രമേ ഒന്നാമത്തെ ഷെല്ലിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഒന്നാമത്തെ ഷെല്ലിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ ബാക്കിയുള്ളതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള മൾട്ടി ഇലക്ട്രോൺസ് ആറ്റങ്ങൾ ഉണ്ടല്ലോ, അതായത് രണ്ടാമത്തെ ഷെല്ലും മൂന്നാമത്തെ ഷെല്ലും നാലാമത്തെ ഷെല്ലും ഒക്കെ ഉള്ള ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളുണ്ട്. ആ ആറ്റങ്ങൾ ആറ്റങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ആ എലമെന്റുകൾ കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ സ്പെക്ട്രൽ ലൈൻസ് ഒക്കെയാണ് പിന്നീടുള്ള ബാൾമർ, പാസ്റ്റൺ, ബ്രാക്കറ്റ്, പീഫണ്ട് ഒക്കെ അതൊക്കെ പിന്നീട് കണ്ടുപിടിച്ചു. ഇതല്ലാതെ ഇനി വേറൊരു 5ഓളം സ്പെക്ട്രൽ ലൈൻസ് കൂടെ ഉണ്ട്. ലൈമൻ, ബാൾമർ, പാസ്റ്റൺ, ബ്രാക്കറ്റ്, പീഫണ്ട് അല്ലാതെ വേറെ ഒരു 5ഓളം സ്പെക്ട്രൽ ലൈൻസ് പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനില്ല. അപ്പം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അയ്യോ അതെങ്ങനെയാ മൾട്ടി ഇലക്ട്രോൺസ് ആറ്റത്തിന്റെ സ്പെക്ട്രൽ ലൈൻ നമ്മൾ പഠിച്ചല്ലോ, രണ്ടാമത്തെ ഷെല്ലിലേക്ക് ചാടുന്ന ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും ബാൾമർ അല്ലേ, മൂന്നാമത്തെ ഷെല്ലിലേക്ക് തിരിച്ച് ചാടുമ്പോൾ പാസ്റ്റൺ അല്ലേ. പക്ഷെ ഇതൊക്കെ വേറെ എലമെന്റുകളുടെ പിന്നീട് വന്ന കണ്ടുപിടുത്തങ്ങളാണ്. മനസ്സിലായോ? ഹൈഡ്രജൻ എന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിച്ചത് ലൈമൻ സീരീസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. കാരണം ലൈമൻ സീരീസിനെ ആണല്ലോ ഒന്നാമത്തെ ഷെല്ലിലേക്ക് തിരിച്ച് ചാടുന്നത്. ഏത് ഷെല്ലിൽ നിന്ന് ചാടിയാലും ഒന്നാമത്തെ ഷെല്ലിലേക്ക് തിരിച്ച് ചാടണം. അപ്പൊ അങ്ങനെ തിരിച്ചു ചാടണമെങ്കിൽ അത് പോയതും ഏത് ഷെല്ലിൽ നിന്നായിരിക്കും? ഒന്നാമത്തെ ഷെല്ലിൽ നിന്നായിരിക്കും ജമ്പ് ചെയ്തത്. മനസ്സിലായോ? അത് എപ്പോഴും ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇത് ഡസ് നോട്ട് ഫോളോ അല്ല, അതിനു മുമ്പ് ഒരു സെക്കൻഡ്, അതിനു മുമ്പ് could not explain the spectra of multi electron atoms. അടുത്തത് does not follow ഡി ബ്രോഗ്ലിയുമായിട്ട് ഇദ്ദേഹം ഇച്ചിരി കോൺട്രഡിക്ഷനിലായിരുന്നു കേട്ടോ. ഡി ബ്രോഗ്ലിയുമായിട്ടല്ല, ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റുമായിട്ട്. ഡി ബ്രോഗ്ലി does not follow ഡി ബ്രോഗ്ലി concept of wave particle duality for matter. എന്താ അറിയോ? അതായത് റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഓക്കെയാണ്. പക്ഷെ ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആള് മാറ്റേഴ്സ് അല്ലെ, നമുക്കും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്നുള്ളതാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. ഡി ബ്രോഗ്ലിയും ഹെയ്സൻബർഗും ഒക്കെ പറയുന്നത് നമ്മൾ ഈ ഗ്ലാസിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേപോലെ ഈ ബുക്കിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, ഈ പേനയ്ക്ക് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അതാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ എന്റെ ഫേസ് കാണാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ ലൈറ്റ്, ഇത് റേഡിയേഷൻ ആണ്. അപ്പൊ ആ റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അങ്ങനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതേപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് എല്ലാം വേവ് നേച്ചർ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതേപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എല്ലാം പാർട്ടിക്കിൾ നേച്ചർ. അങ്ങനെ കണ്ടുപിടിച്ചത്. പിന്നീട് മാറ്റർ മീൻസ് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് വന്നത്. അത് ഈ ബോറിന് അങ്ങോട്ട്, അല്ലെങ്കിൽ ബോറിന്റെ കൺസെപ്റ്റിന് ദഹിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. അത് ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ചതാണ്. അതാണ് അവിടെ പറയുന്നത്. ഇനി അതേപോലെ ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിളുമായിട്ടും ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കോൺട്രഡിക്റ്റ് ഹെയ്സൻബർഗ്സ് uncertainty principle. അതേപോലെ തന്നെ രണ്ട് ഇഫക്റ്റ് ഉണ്ട്, മെയിൻ ആയിട്ട് പഠിക്കണം. സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും. ഞാൻ നിങ്ങളെ സ്പെക്ട്രൽ ലൈൻസ് ഒന്ന് കാണിച്ചോട്ടെ. ഞാനൊന്ന് ഇത് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം.
ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞില്ലേ സ്പെക്ട്രോമീറ്ററിനകത്തൂടാണ് ഇതെല്ലാം കാണുന്നതെന്ന്. ഞാൻ വേറൊരു ഹൈഡ്രജൻ എടുക്കണ്ട, സോഡിയം എടുക്കാം. ഈ സോഡിയം വേപ്പറിനകത്തൂടെ നിങ്ങളൊരു വെട്ടത്തിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്പെക്ട്രോമീറ്റർ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്പെക്ട്രം, എമിഷൻ ആണെങ്കിലും അബ്സോർഷൻ ആണെങ്കിലും കാണാൻ പറ്റുന്നത് ഇങ്ങനെയായിരിക്കും. നോക്കിക്കോളൂ. നമുക്ക് ഈ സൈഡിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നോക്കിയേ, ഹൈഡ്രജന്റെ അബ്സോർഷൻ സ്പെക്ട്രം ആണ് ഇത്. കണ്ടോ, ഇത്രയും കളറിൽ ചില ഭാഗത്തൊക്കെ ഡാർക്ക് കണ്ടോ, ചില ഭാഗത്തൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഹൈഡ്രജനകത്തൂടെ ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഹൈഡ്രജനകത്തൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന അബ്സോർഷൻ സ്പെക്ട്രം എന്താണ്, ചില ലൈറ്റുകളുള്ള ഭാഗത്തൊക്കെ ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. കണ്ടോ, ഇത് അബ്സോർഷൻ സ്പെക്ട്രം. എന്നിട്ട് അത് എമിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, എമിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മിസ്സായ കളറൊക്കെ കണ്ടോ എമിഷൻ സ്പെക്ട്രത്തിനകത്ത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഈ കളറിലായിരിക്കും. അപ്പം ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലായിട്ടൊക്കെ തിരിച്ചാടുമ്പോൾ ഇതിന്റെ പല കോമ്പിനേഷൻ ആയിരിക്കും. കണ്ടോ, ഇത് പല കോമ്പിനേഷൻ. ഇപ്പം ഇത് ഓരോത്തിന്റെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സ്പെക്ട്രൽ ലൈൻസ് ഓഫ് സോഡിയം ആറ്റം, അല്ലെങ്കിൽ മഗ്നീഷ്യം ആറ്റം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം എന്നൊക്കെ പറയുമ്പോൾ ഓരോ സ്പെക്ട്രൽ ലൈൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം അബ്സോർബ് ചെയ്തതിന് ആ അബ്സോർബ് ചെയ്യുന്ന ഭാഗത്ത് എന്താണ് ഡാർക്ക് ആയിട്ടുള്ളത് കാണും. അത് എമിറ്റ് ചെയ്യുന്ന സാധനത്ത് ബാക്കിയുള്ളതെല്ലാം ഡാർക്ക് ആയിട്ടും അത് എന്താണ് തെളിഞ്ഞും കാണും. കണ്ടോ, ഇത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ അബ്സോർഷൻ സ്പെക്ട്രമാണ്. ഇവിടെ പല കളർ ഉണ്ടല്ലോ, പല കളറിൽ അതിന്റെ ഇടയ്ക്ക് ചില കളർ ചില ഭാഗത്ത് ഡാർക്ക് അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കുറെ ആ ഭാഗത്തുള്ള എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ പറ്റാത്തത്. എന്നാൽ അത് അബ്സോർബ് ചെയ്തിട്ട് അതൊരു ഹയർ ലെവലിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക് വരുമ്പം ആ അബ്സോർബ് ചെയ്ത ലൈറ്റിനെ കണ്ടോ എമിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കണ്ടോ, എമിറ്റ് ചെയ്ത ആ ഭാഗത്തെ കളർ തന്നെ ഈ ഭാഗത്ത് കാണാം, ബാക്കിയുള്ളിടത്തെല്ലാം എന്താ ഡാർക്ക് ആയിരിക്കും. കണ്ടോ, ഇതാണ് സംഭവം. എന്നാൽ ഈ സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ കാണുന്ന സ്പെക്ട്രൽ ലൈൻസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേർതിരിക്കാൻ പറ്റും. അത് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് വേർതിരിക്കുന്ന എഫക്റ്റിനെയാണ് സീമൻ ഇഫക്റ്റ് എന്നും, ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് എന്താണ് ഈ സ്പെക്ട്രൽ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനുമാണ് നമ്മൾ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നും പറയുന്നത്. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ബോർ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ലാസ്റ്റ് കൺസെപ്റ്റ്. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിയേക്കാം, നോക്കിക്കോളൂ. could not explain Seeman effect എന്ന് പറയുമ്പോൾ splitting of spectral lines by magnetic field. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ സീമനകത്ത് എം ഉണ്ട്, അപ്പം എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എം ഉണ്ട് എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. മറ്റേത് അപ്പം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും എന്നുള്ളത് തെറ്റിപ്പോയി, എല്ലാവർക്കും തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ട് അടുത്ത് എഴുതേണ്ടത് could not explain സ്റ്റാർക്ക് ഇഫക്റ്റ്. അതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആകെ ആ ബോറിന്റെ മോഡൽ, ബോറിന്റെ പോസ്റ്റുലേറ്റ്, ആ ബോറിന്റെ റേഡിയസിന്റെ ഒക്കെ ഇക്വേഷൻസ്, ബോറിന്റെ വെലോസിറ്റി ഇക്വേഷൻ, ബോറിന്റെ എനർജി ഇക്വേഷൻ, അത് വെച്ചിട്ട് ന്യൂമറിക്കലി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുക. പിന്നെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഭാഗ്യം പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനകത്തുനിന്ന് ആകെ ഒരു 4 മാർക്കിന്റെ ചോദ്യമേ വരുള്ളൂ. ചിലപ്പോൾ ലിമിറ്റേഷൻസ് ചോദിക്കും, ബോറിന്റെ ലിമിറ്റേഷൻ, ചിലപ്പോൾ ബോറിന്റെ പോസ്റ്റുലേറ്റ് ചോദിക്കും. ആകെ 4 മാർക്കിന്റെ ഒരു ചോദ്യമേ ഇതിനകത്തുനിന്ന് ഉണ്ടാകത്തുള്ളൂ. മാക്സിമം പോയാൽ ഒരു 5 മാർക്കിന്റെ ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ